കൂറുമാറ്റക്കാരെ അയോഗ്യരാക്കാൻ നിയമ നടപടികളുമായി കോൺഗ്രസ്. അഗളിയിൽ LDF-നൊപ്പം ചേർന്ന് പ്രസിഡന്റായ മഞ്ജുവിനെതിരെ പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. പുളിങ്കുന്നത്ത് കൂറുമാറിയ ഔസേപ്പച്ചനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കുമരകത്ത് 3 പഞ്ചായത്ത് അംഗങ്ങളെ BJP പുറത്താക്കി. കാസർഗോഡ് പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ UDF-ന്റെ ഔദ്യോഗിക പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഉഷ N. നായർ മത്സരിക്കും. തിരുവനന്തപുരം നാവായിക്കുളം പഞ്ചായത്തിൽ ഗ്രൂപ്പ് തർക്കത്തിനിടെ ഭരണം നഷ്ടമായതിൽ നേരിട്ട് നടപടി സ്വീകരിക്കാനാണ് KPCC തീരുമാനം. LDF പിന്തുണയോടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും രാജിവെപ്പിക്കാനും നീക്കമുണ്ട്. ഗ്രൂപ്പ് തർക്കത്തിന്റെ പേരിൽ മത്സരിച്ച കോൺഗ്രസുകാർക്കൊപ്പം നിന്നതിൽ LDF-നുള്ളിലും പ്രതിഷേധം പുകയുന്നുണ്ട്. നേരത്തെ ഉണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് UDF-നൊപ്പം നിന്നതെന്നാണ് LDF-ൽ ഉയരുന്ന ആക്ഷേപം. ആലപ്പുഴ പുളിങ്കുന്നത്ത് കൂറുമാറിയ ഔസേപ്പച്ചൻ വെമ്പാടുംതറയെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു. ഔസേപ്പച്ചനെ അയോഗ്യനാക്കാനുള്ള നിയമ നടപടികളും കോൺഗ്രസ് ആരംഭിച്ചു. പ്രസിഡന്റ് സ്ഥാനം നൽകാതിരുന്നതോടെയാണ് ഔസേപ്പച്ചൻ കൂറുമാറി LDF-നൊപ്പം ചേർന്ന് പ്രസിഡന്റായത്. അതേസമയം മരിക്കും വരെ കോൺഗ്രസ് പ്രവർത്തകനായി തുടരുമെന്നാണ് ഔസേപ്പച്ചന്റെ പ്രതികരണം. കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാരോട് ഞാൻ നിരന്തരമായിട്ട് ഇപ്പോൾ ഒരു 15 ദിവസത്തോടെ ഞാൻ DC ഓഫീസിൽ കയറി ഇറങ്ങുക, നേതാക്കന്മാരെ വിളിക്കുക, അവരെന്നോട് നോക്കാം, പരിഗണിക്കാം, അല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു ലാസ്റ്റ് പോയിന്റിൽ എന്നോട് ഇപ്പം ഇങ്ങനെ അങ്ങ് പോട്ടെ. അതെന്നാ കേസാ അത്? പിന്നെ ഞാൻ ഇതിനകത്ത് വെറും ഒരു മെമ്പറായിട്ട് നടക്കുന്നത്. പാലക്കാട് അഗളി പഞ്ചായത്തിൽ കൂറുമാറി LDF-നൊപ്പം ചേർന്ന് പ്രസിഡന്റായ മഞ്ജുവിനെ അയോഗ്യയാക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. മഞ്ജുവിനെതിരെ പാർട്ടി നാളെ ഹൈക്കോടതിയെയും സമീപിക്കും. കോട്ടയം കുമരകത്ത് BJP പിന്തുണയിൽ UDF സ്വതന്ത്രനെ പ്രസിഡന്റാക്കിയതിൽ വിവാദം തുടരുകയാണ്. BJP പിന്തുണ എന്നത് തെറ്റായ വാദമാണെന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുക മാത്രമാണ് UDF ചെയ്തതെന്നുമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ന്യായീകരണം. BJP-യുടെ പിന്തുണ വേണ്ടെന്ന് നേരത്തെ തന്നെ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടല്ലോ. അവിടെ അവർ സ്വതന്ത്രരല്ലേ? ഞങ്ങളതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് സ്വതന്ത്രനായി വന്ന ഒരാളാണ്. അതും മാർക്സിസ്റ്റ് പാർട്ടിയുടെ LC സെക്രട്ടറി അല്ലേ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഗോപി അല്ലേ, മാർക്സിസ്റ്റ് പാർട്ടി. എങ്ങനെ അദ്ദേഹം ആ നിലയിലോട്ട് പോയി? അതേസമയം സംഭവം വിവാദമായതോടെ 3 മെമ്പർമാരെ BJP പുറത്താക്കി. മലപ്പുറം തിരുവാലി പഞ്ചായത്തിലെ തർക്കത്തിൽ UDF നേതൃത്വം ധാരണയിലെത്തി. മുസ്ലിം ലീഗിന് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിനൊപ്പം ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കൂടി നൽകും. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.